ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഇറച്ചിക്കറിയുടെ അതേ രുചിയിലുള്ളൊരു കടലക്കറിയാണ് തയ്യാറാക്കാനായിട്ട് പോണത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കറിയാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് കടല വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളക്കടലയാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ തലേദിവസം തന്നെ കുതിർത്തെടുത്തിട്ടുള്ള കടലയാണിത്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അതേ വെള്ളത്തിൽ തന്നെ ഇത് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഈ ഒരു കടല നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 വിസിലാണ് വേവിച്ചിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ അത് വെന്തിട്ട് വരട്ടെ. ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. മിക്സി ജാറിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകമല്ല, അതാണ്. പെരിഞ്ജീരകമൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങ നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കാം. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതേ കടല നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കടലയുടെ ഒരു 1/4 ഭാഗത്തോളം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഉടച്ചെടുക്കരുത്, ഒരു 1/4 ഭാഗം മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പരിപ്പൊക്കെ കടയണ ഒരു മത്ത് വെച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. ഇതിനിവിടെ തമിഴ്നാട്ടിൽ മത്ത് എന്നാണ് കേട്ടോ പറയുക. നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു കടലയിൽ നിന്ന് കുറച്ച് എടുത്തിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താലും മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലും ആക്കിയെടുക്കരുത്. ഈ ഒരു കടല ഒന്നിങ്ങനെ ചതഞ്ഞിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി ഈ ഒരു കുക്കർ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതേ പെരിഞ്ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നല്ലോണം കനം കുറച്ച് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ സവാള വഴറ്റിയെടുക്കില്ലേ, അതേപോലെ നല്ല ഗോൾഡൻ കളർ ആവണ വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം പോകണ വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ പോണ വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ എല്ലാ തര കറികൾക്കും അതുപോലെ തന്നെ ബിരിയാണികൾക്കൊക്കെ പറ്റിയ ഒരു ഗരം മസാലപ്പൊടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടല ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതേ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട്
എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഉപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആ ഒരു കടല വേവിക്കുമ്പോൾ മാത്രമേ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു കറി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കറി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ നമ്മളിത് ഒരുപാട് നേരം തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അവസാനം കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് മല്ലിയിലൊന്നും ചേർത്ത് കൊടുക്കണില്ല. പിന്നെ ഇതിലേക്ക് കടുകൊന്നും വറുത്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.